ശരിക്കും ഒരിക്കലും ഞാനൊരു സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ആളെയല്ല. ചിത്രമായിരുന്നു എൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം. അങ്ങനെ സോളോ ഷോ, പെയിൻറ്റിങ് എക്സിബിഷൻസൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഷോ തന്നെ ഉദ്ഘാടനം ചെയ്തത് ജി അരവിന്ദേട്ടനായിരുന്നു. അത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും പോസ്റ്റർ ഡിസൈൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ രാജീവ് കുമാറിൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നു. ചാണക്യൻ സിനിമ ചെയ്യുന്ന സമയമായിരുന്നു, കമലഹാസനൊക്കെ അഭിനയിക്കുന്ന. അപ്പോൾ ചാണക്യൻ്റെ പോസ്റ്റർ ചെയ്യാനായിട്ട് ബന്ധപ്പെടുന്നു. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം തന്നെ എന്നെ ഏൽപ്പിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു എങ്ങനെയായിരിക്കണം ടൈറ്റിൽ എന്നുള്ള ഒരു ഐഡിയ തരുന്നു. ശരിക്കും അത് വെച്ചിട്ടാണ് ഞാൻ ആ ചാണക്യൻ എന്നുള്ള ഒരു ചെസ് ബോർഡും അതിൽ ചാണക്യൻ എന്നുള്ള എഴുത്തുമൊക്കെ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ചെയ്യുന്നത്. ടൈറ്റിൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അദ്ദേഹം പലരെയും കാണിച്ചു, അവർക്കുമൊക്കെ ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അന്നൊക്കെ ഭരതേട്ടനൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. വ്യത്യസ്തമായ പോസ്റ്ററുകൾ ഇറങ്ങുന്നു. അപ്പോൾ അത്തരത്തിൽ ചെയ്യാനൊരു അവസരം കിട്ടുന്നു എന്നുള്ള ഒരു രീതി. ഞാൻ പെയിൻറ്റിങ്ങാണ് പഠിച്ചത്. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സൊക്കെ ചെയ്യാമല്ലോ എന്നുള്ളൊക്കെ വലിയ സങ്കല്പത്തിലിരിക്കുന്ന സമയത്താണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കേൾക്കുന്നില്ല. മദ്രാസിൽ എന്തൊക്കെ വർക്ക് നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് പവർ ഹൗസ് റോഡ് വഴി വരുമ്പോൾ കാണുന്നത് ചാണക്യൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതാണ്. ശരിക്കും RK എന്ന് പറയുന്ന എൻ്റെ ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള, ഞാൻ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന RK ആണത് ഡിസൈൻ ചെയ്തത്. ശരിക്കും അതോടുകൂടി സിനിമാ സങ്കല്പം തന്നെ പൊലിഞ്ഞുപോയി. ഇനി നടക്കില്ല എന്നിരിക്കുന്ന ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇരിക്കുമ്പോഴാണ് വളരെ യാദൃച്ഛികമായിട്ട് ബക്കർജിയായിട്ട് പരിചയപ്പെടാൻ ഇടവരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ സഖാവ് എന്ന സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു. പെരപ്പങ്കോട് മുരളിയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന് ടൈറ്റിൽ ചെയ്യാനും അതിൻ്റെ പോസ്റ്റേഴ്സ്, മറ്റ് ഇൻറ്റിമേഷൻ കാർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അങ്ങനെയാണ് PA ബക്കറുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. എന്തോ ഒരു അടുപ്പം അദ്ദേഹവും ഞാനുമായിട്ടുണ്ടായി. അങ്ങനെ ആ സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് PA ബക്കർജി പറഞ്ഞു, ഇങ്ങനെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നു. ഇതിനിടയിൽ ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം ഒരു കാര്യമില്ലാതെ തന്നെ എന്നെ വിളിക്കുമായിരുന്നു. വിളിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹം പട്ടത്തുള്ള ഒരു ബാർ ഹോട്ടലുണ്ട്. പലപ്പോഴും അന്നെനിക്കൊരു ബൈക്കുണ്ട്. ബൈക്കിൻ്റെ പുറകിലിരുന്നുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പോവും. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അവിടെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്നെ ആദ്യം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ ഒരിക്കലും അദ്ദേഹം നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു നാരങ്ങ വെള്ളം കഴിച്ചിട്ട് അവിടെ ഇരിക്കും. ബക്കർജി കഴിക്കും. തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. കുറേ വർത്തമാനം പറയും. അങ്ങനെ ഒരു നല്ല കാലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിനോട് ദിവസങ്ങൾ അടുക്കുന്ന സമയത്താണ് ഒരു 2 ദിവസം മുമ്പ് അതിൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്ന ഒരു അയ്യപ്പൻ അദ്ദേഹം അസൗകര്യം പറയുന്നു. പകരം എന്ത് സംവിധാനമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അയാൾക്ക് അസൗകര്യമുള്ള കാര്യം മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എൻസൈക്ലോപീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആർട്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബക്കർജി എന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു കൃഷ്ണകുമാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റന്നാളാണല്ലോ ഷൂട്ടിംഗ് തുടങ്ങുന്നത്, അതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, ഞാനൊരാളെ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു കൃത്യമായി ഒന്നും ബക്കർജി പറഞ്ഞത് പിടികിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരാൾ എന്നെ വന്ന് വിളിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇറങ്ങി ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ഇറങ്ങുന്നു. നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ അവിടെ PA ബക്കറും മറ്റ് പലരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കാശുമൊക്കെ മേടിച്ചുകൊണ്ട് ഈ കൃഷ്ണകുമാർ തിരിച്ച് കാറിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അപ്പോൾ എൻ്റെ ധാരണ അന്ന് മലയാളത്തിൽ ഏറ്റവും സജീവമായിട്ട് പ്രത്യേകിച്ചും പീരിയോഡിക്കൽ ഫിലിംസ് ആർട്ട് ഡയറക്ഷൻ നടത്തിയിരുന്നത് കൃഷ്ണമൂർത്തി സാറായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൃഷ്ണകുമാർ എന്ന് സാറ് പറഞ്ഞത് ഞാൻ കരുതിയത് കൃഷ്ണമൂർത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തെ സഹായിക്കുക എന്നായിരിക്കും പറഞ്ഞതെന്നാണ് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നത്. അപ്പോൾ ഇയാൾ വന്നു, കുറച്ച് ക്യാഷുമായിട്ട് വണ്ടിയിലേക്ക് വന്ന് കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, കൃഷ്ണമൂർത്തി സാർ എവിടെ? അപ്പോൾ പറഞ്ഞു, ഏത് കൃഷ്ണമൂർത്തി? ഞാൻ പറഞ്ഞു, ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല ആർട്ട് ഡയറക്ടർ നിങ്ങളല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്, കൃഷ്ണമൂർത്തി സാറ് ഉണ്ട്, സഹായിക്കണം എന്നല്ലേ ബക്കർജി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ ആ സമയത്ത് അദ്ദേഹം ഫോൺ ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു, കൃഷ്ണകുമാർ വരുമെന്നാണ് പറഞ്ഞത്. ആ കൃഷ്ണകുമാർ ഞാനാണ്, ഞാൻ ഇക്ബാൽ കോളേജിലെ പ്രൊഫസറാണ്. ശരിക്കും എനിക്ക് എന്താണ് ചെയ്യണമെന്നറിയില്ല, എൻ്റെ കണ്ണിലേക്ക് ഇരുള് വ്യാപിക്കുന്ന പോലെ തോന്നി, ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെ. കാരണം ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല അതിന് മുമ്പ് ഞാൻ. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ആർട്ട് ഡയറക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ മുന്നിൽ എനിക്ക് കഥ മുഴുവൻ അറിയാം, ആ പീരീഡ് അറിയാം, കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നെ അന്നൊക്കെ സൂര്യ ഫിലിം സൊസൈറ്റിയുടെയും ഒക്കെ സിനിമകൾ ധാരാളം കാണുമായിരുന്നു. ഋതിക് ഘട്ടക്കിൻ്റെയും സത്യജിത് റായുടെയും അല്ലെങ്കിൽ ബർഗ്മാൻ്റെയും ഒക്കെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ കാണുകയും ഒരു സിനിമാ സംസ്കാരം ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ബലത്തിൽ പിന്നെ ബക്കർജി ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വന്നെങ്കിലും മറിച്ച് ഞാൻ എന്തായാലും അത് ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ശരിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനു മുമ്പ് തന്നെ ഈ അയ്യപ്പൻ ആർട്ട് ഡയറക്ടർ ആയിരിക്കുമ്പോൾ പോലും ഇതിൻ്റെ ലൊക്കേഷൻ നോക്കാനൊക്കെ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ ശുചീന്ദ്രത്ത്, അതുപോലെ കൃഷ്ണപിള്ള ജയിലിൽ കിടന്ന പിന്നീട് സ്കൂളായി മാറിയ സ്ഥലം, അവിടുത്തെ തെരുവുകൾ, ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോട്ടാലിറ്റി എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ജയിലിനെ ഒരു സെറ്റ് ഇടുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ അവസാനം കുറേ അതിനുവേണ്ടി റിസർച്ച് ചെയ്തു. അങ്ങനെ എന്തായാലും ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആദ്യത്തെ ഇവിടെ ചിത്രാഞ്ജലിയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. ബക്കർജിയായിട്ടുള്ള ഒരു ഷൂട്ടിങ്ങിൻ്റെ ദിവസങ്ങളെന്ന് പറയുന്ന വളരെ സന്തോഷകരവും ഒരു വിദ്യാർത്ഥിക്ക് സിനിമ പഠിപ്പിക്കുന്ന പോലുള്ള ഒരു പഠന ക്ലാസ്സും കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊരു അധ്യാപകനെ പോലെയായിരുന്നു, ഗുരുവിനെ പോലെയായിരുന്നു. ആദ്യത്തെ ദിവസം എന്തായിരുന്നാലും അങ്ങനെ ഒരു ജയിൽ സെറ്റിട്ടു, കുറേ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ദിവസം നയനാർ സഖാവാണ് ഇത് ഉദ്ഘാടനത്തിന് വന്നു. അദ്ദേഹവും കൂടെ മറ്റു പലരും ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ സെറ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബക്കർജി വിളിച്ചെന്നെ നയനാർക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അനുമോദിക്കുന്നു. അതൊരു വലിയൊരു ഊർജ്ജമായിരുന്നു, ശരിക്കും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. അങ്ങനെയാണ് ആ സിനിമയിലൂടെ പോകുന്നത്. അതിലൂടെ വളരെ എങ്ങനെയാണ് ഒരു സിനിമ ഏറ്റവും ചിലവ് ചുരുക്കി ആർട്ട് ഡയറക്ഷൻ ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കിയത് ആ സിനിമയിലൂടെയാണ്. കാരണം എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഏറ്റവും തമാശ എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ കുറേ സെറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം കുറേ ഈ സെറ്റപ്പുകളുണ്ടായിരുന്നു. ഒരു വീട് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് മേടിക്കണം ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ ധാരണ ഇത് ആർട്ട് ഡയറക്ടറുടെ ജോലിയാണ് എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് അസിസ്റ്റൻസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അടുക്കളയൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് വേണ്ടി വരും. ഇതൊക്കെ ഞാൻ തന്നെ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വില കൊടുത്ത് മേടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബക്കർജി അറിയുന്നത് ഞാനാണിത് കാശ് കൊടുത്ത് മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബക്കർജി എന്നെ വഴക്ക് പറയുകയും അതുപോലെ തന്നെ പിന്നെ അവർ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ സാമ്പത്തികം തരികയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഒരു അസിസ്റ്റൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരറ്റത്ത് ഒരു മേശ പിടിച്ച് മാറ്റിയിടണമെങ്കിൽ ഒരറ്റത്ത് ഞാൻ പിടിക്കും, ഒരറ്റത്ത് ഒരു അസിസ്റ്റൻറ്റ് പിടിക്കും. പിന്നീടാണ് ബക്കർജി പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അസിസ്റ്റൻസിനെ വെച്ചോളൂ, ആർട്ട് ഡയറക്ടറുടെ പണിയല്ല ഈ മേശ പിടിച്ചിടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോയ എൻ്റെ ഒരു ഗുരുനാഥനാണ് പി എ ബക്കർ. അദ്ദേഹം ഒരു ഷോട്ട് എടുക്കുമ്പോൾ, അതായത് ഒരു ചെറിയ വീട്, ആ സെറ്റാണ്, ചിത്രാഞ്ജലി തന്നെയാണ് ആ സെറ്റിട്ട് അപ്പോൾ ആ കൃഷ്ണപിള്ളയുടെ ഒരു ഒളിവിൽ താമസിക്കുന്ന വീടായിട്ടാണ്. അവിടേക്ക് പോലീസുകാരെത്തുന്നു, കൃഷ്ണപിള്ളയെ സെർച്ച് ചെയ്യുന്നു, അതാണ് സീൻ. അപ്പോൾ ആദ്യത്തെ വാതിലൊക്കെ തുറന്നു നോക്കി അകത്ത് പോലീസുകാർ കയറി, അതിനകത്തേക്ക് വീട്ടിൽ കിടക്കുന്ന ഒരു സ്ത്രീയും മകളും കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുന്ന ഒരു സീനും കൂടെയുണ്ട്. അപ്പോൾ ബക്കർജി പറഞ്ഞത് അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ റൂമൊന്നും ചെയ്യണ്ട, ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്നിടത്തുനിന്നൊരു ഒരു വാതിൽ മാത്രം വാങ്ങിച്ച് വെച്ചാൽ മതി, 2 സൈഡിലും കുറച്ച് ഓല വെച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുക. ശരിക്കും എനിക്ക് അന്ന് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ
ഈ ആദ്യത്തെ റൂമിൽ കയറുന്നു, രണ്ടാമത്തെ റൂമിൽ നിന്ന് ഇവർ രാത്രിയാണ് വിളക്കുമായിട്ട് വന്നിങ്ങനെ എത്തി നോക്കുന്ന ആ സീന് ഈ വാതിലിൻ്റെ ഒരു ചെറിയ പോർഷൻ വെച്ചുകൊണ്ട് ബക്കർജി എടുക്കുന്നു. ശരിക്കും ഇത് പ്രിവ്യൂ കാണുമ്പോഴാണ് അത്ഭുതകരമായി എനിക്ക് തോന്നിയത്. കാരണം ഒരു പ്രശ്നമില്ല, വേറൊരു റൂമായിട്ട് തന്നെ അത് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും മിനിമം കാര്യങ്ങൾ കൊണ്ട് ഒരു സിനിമ അല്ലെ ആർട്ട് ഡയറക്ഷൻ ചെയ്യാം. അതെൻ്റെ പിന്നീടുള്ള എല്ലാ സിനിമകളിലും എനിക്കതൊരു വലിയ മാതൃകയായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ബഡ്ജറ്റ് ചുരുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പലപ്പോഴും സിനിമ ചെയ്യുമ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ടോപ്പ് ആംഗിൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പലരും സെറ്റ് ഇടുമ്പോൾ സീലിങ്ങും ഒക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ആദ്യമേ തന്നെ നമ്മൾ ക്യാമറമാനും ഡയറക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഏരിയ, എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്താണ് ആ സീൻ എന്ന് നമ്മൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ശരിക്കും സിനിമയിൽ. അത് ബക്കർജിയിൽ നിന്ന് പഠിച്ചൊരു വലിയ പാഠമാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സഖാവ് ശരിക്കും പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പടമായിരുന്നു. ഒരു പീരിയഡിക്കൽ ഫിലിം ആയതുകൊണ്ട് തന്നെ അതിൽ കൃഷ്ണപിള്ളയുടെ ക്യാരക്ടറാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിന് പറ്റുന്ന ആർട്ടിസ്റ്റുകളെ തേടുന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും വന്നു, മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പ്രേംകുമാർ സഖാവായിട്ട് വരുന്നത്. വളരെ പ്രശസ്തനായ, പിന്നീട് പ്രശസ്തനായി തീർന്ന ആർട്ടിസ്റ്റാണ് പ്രേംകുമാർ. ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അതിനുള്ളിൽ ശരിക്കും ഒരു പകർന്നാട്ടം തന്നെയാണ് നടത്തിയത്. ഗംഭീരമായിട്ട് പ്രേംകുമാർ കൃഷ്ണപിള്ളയായിട്ട് മാറി. ദൗർഭാഗ്യത്തിന് ആ പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും സഖാവിന് ശേഷം അതൊരു പടം റിലീസ് ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് നിന്നു. തിരിച്ച് ഞാൻ എൻ്റെ ജോലിയിലേക്ക് വീണ്ടും കയറി, എൻസൈക്ലോപീഡിയയിലേക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശശിധരൻ ആറാട്ടുവഴി, അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് മനഃശാസ്ത്ര മാസികയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എഡിറ്ററും ഞാൻ ആർട്ട് എഡിറ്ററുമായിട്ട് വർക്ക് ചെയ്ത മാത്യു വെല്ലിയൂരിൻ്റെ PM മാത്യു വെല്ലിയൂരിൻ്റെ മനഃശാസ്ത്ര മാസികയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശശി എന്നോട് പറയുമായിരുന്നു, ഒരു പടമുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കുമാണ് ശ്രീ രാജസേനനാണ് അതിൻ്റെ ഡയറക്ടർ, അയലത്തെ അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ ശരിക്കും തമാശ പോലെയാണ് അത് കണ്ടത്. കാരണം അങ്ങനെ ഒരു വലിയ കമേഴ്ഷ്യൽ പടത്തിലേക്ക് എന്നെ വിളിക്കുമോ? കാരണം ഇത് PA ബക്കറിൻ്റെ പടമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആർട്ട് പടമായിട്ട് നിൽക്കുന്നു. പക്ഷേ അതിലേക്ക് വരുന്നു. എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് തരുന്നത് ഈ ശശിധരൻ ആറാട്ടുവഴിയും ആനേറ ഷാജി എന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ടാണ്. വന്ന് അഡ്വാൻസ് തരുന്നു. അങ്ങനെയാണ് ഈ അയലത്തെ അദ്ദേഹത്തിലേക്ക് വരുന്നത്. അയലത്തെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു കമേഴ്ഷ്യൽ ഫിലിമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് അതിൻ്റെ സെറ്റൊക്കെ ചെയ്യാൻ പറ്റി. അതിൽ ഒരു ചെറിയൊരു എനിക്ക് ഉണ്ടായൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അത് ഈ ആനേറ ഷാജിയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വന്നത് ശ്രീ ഗിരീഷ് വയ്ക്കായിരുന്നു. അപ്പോൾ സിനിമയുടെ രീതികളൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബക്കർജിയുടെ പടം ചെയ്യുന്നത്. കമേഴ്ഷ്യൽ പടം എനിക്ക് അറിയില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരെ ഒന്നും വേണ്ടത്ര നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഗിരീഷിന് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാനിതറിയുന്നില്ല, ഞാൻ എൻ്റെ വർക്കുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അദ്ദേഹം ഇതിനിടയിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ഡയറക്ടറെ എന്നെയും തമ്മിൽ അകറ്റാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അതിൽ ഏറെക്കുറെ അദ്ദേഹം കുറച്ച് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സിനിമ വളരെ എന്താ പറയുന്നൊരു ഭാരമുള്ള ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നി. ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു. ഇതിനിടയിലൂടെയും വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജഗതിച്ചേട്ടൻ ആ സിനിമയിലുണ്ടായിരുന്നു, ജയറാം ഉണ്ടായിരുന്നു, സിദ്ദിഖ് തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റ്, ഗൗതമി ഒക്കെയുള്ള ഒരു വലിയ താരനിരയുള്ള ഒരു പടമായിരുന്നു അയലത്തെ അദ്ദേഹം. ആ വീടുകൾ സെറ്റിട്ട് അതിനകത്ത് നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ വരുത്തിയ കൂട്ടത്തിൽ ഇത് വളരെ നോട്ട് ചെയ്തിട്ട് ജഗതിച്ചേട്ടൻ ഒരു പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ എടുക്കാനോ എന്തോ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴുണ്ട് ജഗതിച്ചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് അനൗൺസ് ചെയ്യുന്നു, മിതമായ നിരക്കിൽ
ഏറ്റവും മനോഹരമായി സെറ്റിടാൻ സമീപിക്കുക നേമം പുഷ്പരാജ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജഗതി ചേട്ടൻ, ജയറാമും എല്ലാം അവിടെ ഇരിപ്പുണ്ട്, സേന സാറുണ്ട്, രാജസേനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാനങ്ങനെ ഒരു ആർട്ടിസ്റ്റുമായിട്ട് അങ്ങനെ പെട്ടെന്ന് ഞാനായിട്ട് പോയി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനോ ഒന്നും പോകാറില്ല. പക്ഷേ ഞാൻ ജഗതി ചേട്ടൻ്റെ അടുത്ത് ചെന്ന് കൈ പിടിച്ചിട്ട് ചേട്ടാ എന്താ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് റിലീഫുകൾ അതിനിടയിൽ ഉണ്ടായിരുന്നു. അവസാനം ഒരു സോങ്ങിൻ്റെ സെറ്റ് വന്നപ്പോഴത്തേക്കും അത് നവോദയ സ്റ്റുഡിയോയിലാണ് സെറ്റ് ഇട്ടത്. വളരെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു സെറ്റായിരുന്നു. അത് കണ്ട് അപ്പോൾ ഞാനും ശരിക്കും ഡയറക്ടറുമായിട്ട് മാനസികമായിട്ടൊരു കുറച്ച് അകലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അദ്ദേഹം കാര്യമായിട്ട് എന്നോടൊന്നും പറയാറില്ല, ഞാനും അദ്ദേഹത്തോട് പറയാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് വഴിയോ പിന്നെ പ്രൊഡക്ഷൻ മറ്റ് ഈ അസോസിയേറ്റ് വഴിയോ ഒക്കെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായുള്ളൂ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും. അപ്പോഴാണ് ഈ സോങ്ങിൻ്റെ സെറ്റ് വരുന്നത്. സോങ്ങിൻ്റെ സെറ്റ് ശരിക്കും ഡയറക്ടറെ വളരെ സംതൃപ്തനാക്കി. അദ്ദേഹം ഗൗതമിയെയും ജയറാമിനെയൊക്കെ വിളിച്ചിട്ട് ഇതാണ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് എനിക്ക് ഒരു വലിയ റിലീഫായി. പിന്നെ ആ ഒരു മനസ്സിൻ്റെ സംഘർഷമൊക്കെ കുറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ ഈ സിനിമ ഇനി ചെയ്യുന്നില്ല, ഇനി സിനിമ എനിക്ക് പറ്റിയതല്ല എന്നെനിക്ക് തോന്നി. കാരണം പല ഘട്ടങ്ങളിലും ഈ പറയുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചെയ്ത ഞങ്ങളെ അകറ്റാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ചെയ്ത്. കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര റെസ്പെക്റ്റ് ഞാൻ കൊടുത്തില്ല എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്തായാലും എനിക്കതൊരു വലിയ ബാധ്യതയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ സിനിമ ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അയലത്തെ അദ്ദേഹം ഒരു സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ സിനിമയിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരു ഹിറ്റ് സിനിമയെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ടെക്നീഷ്യന്മാർ, ആർട്ടിസ്റ്റുകൾ എല്ലാം പിന്നെ അങ്ങോട്ട് തിരക്കിലാവും. തുടർന്ന് വന്ന പടമായിരുന്നു ചെപ്പടി വിദ്യ. ശരിക്കും ആ സെയിം പ്രൊഡ്യൂസർ തന്നെയാണ്, മോഹനേട്ടൻ തന്നെയാണ് അതിൻ്റെയും പ്രൊഡ്യൂസറായിട്ട് വന്ന VIP മോഹൻ. അപ്പോൾ അങ്ങനെ എന്നെ വീണ്ടും അതിലേക്ക് വിളിക്കുന്നു. GS വിജയനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എൻ്റെ വീടിൻ്റെ സമീപത്തുള്ളതാണ്, ഞങ്ങൾ അയൽവക്കക്കാരാണ്. പിന്നെ ഫാമിലികൾ തമ്മിൽ തന്നെ എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട്. നല്ല ഒരു ഊഷ്മളമായൊരു ബന്ധം ഞങ്ങളുടെ ഫാമിലികൾ തമ്മിലുണ്ടായിരുന്നു. അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു ഭയങ്കര റിലീഫായിരുന്നു. കാരണം GSൻ്റെ എന്നോടുള്ള സമീപനം, ഓരോ കാര്യങ്ങൾ പറയുന്നതും, അപ്പോൾ അതാണ് ശരിക്കും പിന്നീട് അങ്ങോട്ട് അതിനകത്ത് മോനിഷ ഒക്കെ അഭിനയിച്ച ഫിലിമായിരുന്നു. മോനിഷ മരിക്കുന്നത് ആ ഫിലിമിലാണ്. ചെപ്പടി വിദ്യ നായകൻ ശ്രീനിവാസനായിരുന്നു. സുധീഷുണ്ട്, കൽപ്പനയുണ്ട്, ശ്രീവിദ്യ ചേച്ചി ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ഒരു ഏകദേശം കുറേ ദിവസം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് കവടിയാറിനടുത്ത് ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അന്ന് കുറച്ച് വൈകിയാണ് ഷൂട്ടിംഗ് തീർന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനിഷയ്ക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോകണം. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം തീർക്കേണ്ട കുറേ പോർഷൻ തീർത്തിട്ടാണ് അന്ന് പോയത്. പോകുമ്പോഴത്തേക്കും ഈ അന്നത്തെ ഷൂട്ടിംഗ് പാക്കപ്പായി കഴിഞ്ഞു. എന്നിട്ട് ആ ഡയറക്ടറും എല്ലാവരും നിൽക്കുന്നിടത്ത് മോനിഷ പോകാനായിട്ട് കാറിൽ കയറുന്ന സമയത്ത് തൊട്ട് മുമ്പ് വന്ന് പറഞ്ഞത്, ശരിക്കും അന്ന് ആ സീനെന്ന് പറയുന്നത് മോനിഷ അവിടുത്തെ ഡ്രൈവറായിട്ടുള്ള സുധീഷുമായിട്ട് പ്രേമത്തിലാവുമെന്ന് അറിയുന്നു. അത് ശ്രീവിദ്യ ചേച്ചി കണ്ടുപിടിക്കുന്നു. അതിൻ്റെ പേരിൽ വഴക്കാവുന്നു. ശ്രീവിദ്യ ചേച്ചി മോനിഷയെ തല്ലുന്നു, മുഖത്തൊരു അടി കൊടുക്കുന്നു. അതാണ് അന്നെടുത്ത സീന്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പുറത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു അഭിനയിച്ച് തന്നെ നമ്മളെ കാണിച്ച് ഒരു കരച്ചിൽ പോലെയൊക്കെ കാണിച്ച് അത് കഴിഞ്ഞിട്ടാണ് ആ കാറിലേക്ക് കയറിപ്പോകുന്നത്. ദൗർഭാഗ്യവശാൽ ആ യാത്ര അന്ത്യയാത്രയായിരുന്നു. ഇവിടെ ആലപ്പുഴയ്ക്കടുത്ത് വെച്ചിട്ട് ആക്സിഡൻ്റ് ആവുന്നു. പിറ്റേന്ന് ഞങ്ങളെല്ലാവരും അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ ഒരു നഷ്ടം കൂടി സംഭവിച്ച ഒരു സിനിമയായിരുന്നു ചെപ്പടി വിദ്യ. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡയറക്ടർ എനിക്ക് തന്ന ഒരു കരുതൽ, അല്ലെങ്കിൽ എന്നോട് കാണിച്ച ഒരു താല്പര്യവും സ്നേഹവും ഒക്കെ ശരിക്കും സിനിമയിൽ നിൽക്കാനായിട്ട് വീണ്ടും കാരണമായി. അതിരാവിലെ S. കുമാർ ക്യാമറാമാൻ
കയറി വരികയായിരുന്നു. കാരണം സെറ്റ് കാണുക, ഡയറക്ടർ വരുന്നതിന് മുമ്പ് തന്നെ എസ് കുമാർ എത്തി. കുമാർ കാണുമ്പോൾ എൻ്റെ ശരീരമാകെ ഈ പിന്നെ മൺപൊടിയൊക്കെ വീണ് ആകെ മുഷിഞ്ഞ് നിൽക്കുന്ന സീനാണ് കുമാർ കാണുന്നത്. ശരിക്കും കുമാർ എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഇത് ആർട്ട് ഡയറക്ടറുടെ പണിയല്ല, എന്താ കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്ക് പറഞ്ഞു.